നിങ്ങളൊരു അടിപൊളി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, ഈ ചിത്രത്തിലുണ്ടല്ലോ നമ്മുടെ ആംഗിൾ എ സി ബിയും സി ബി ടിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എടാ വളരെ സിമ്പിൾ ആടാ. ഇവിടെ ഈ രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി. സപ്ലിമെന്ററി. എന്താ സപ്ലിമെന്ററി? കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 70 പ്ലസ് എത്ര കൂട്ടിയാൽ 180 കിട്ടുക? യെസ്, ഇറ്റ് ഈസ് 110 ഡിഗ്രി. ഇനി സാർ ചോദിക്കട്ടെ, ഈ ബി എന്ന് പറയുന്ന ലൈനും എയിലേക്ക് സാർ ഒരു ലൈൻ വരയ്ക്കുന്നു, കുഴപ്പമുണ്ടോ? ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? യെസ് 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 യെസ്. ഇവിടെ 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 ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും എത്രയായിരിക്കും? കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എ സി ഈസ് ഈക്വൽ ടു ബി സി. എ സിയും ബി സിയും ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ ഇതാ ഈ കാണുന്ന എ ബി സി എന്ന് പറയുന്നത്. 110 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? യെസ്, ഇറ്റ് ഈസ് 35 ഡിഗ്രി ആൻഡ് 35 ഡിഗ്രി. കുഴപ്പമുണ്ടോ? ഇനി നമ്മളോട് ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ പറയുന്ന സി ബി ടി എന്ന് പറയുന്ന ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഒരു കോഡിന്റെയും ടാൻജിന്റെയും ഇടയിലുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി കോഡിന്റെ രണ്ടറ്റന്ന് സർക്കിളിലേക്ക് ഒരു ആംഗിളിലുണ്ടാക്കി. എന്തുണ്ടാക്കി? ആംഗിളിലുണ്ടാക്കി. ആ ആംഗിൾ അല്ലേ? യെസ്, ഇറ്റ് ഈസ് 35 ഡിഗ്രി ഹിയർ. സോ അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും. സോ സി ബി ടി എന്ന് പറയുന്നത് 35 ഡിഗ്രി എന്നും സി ബി ടി ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി എന്നും എ സി ബി എന്ന് പറയുന്നത് 110 ഡിഗ്രി എന്നും കിട്ടി. സെറ്റ് അല്ലടാ?